പാഠം 538. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. അരവിന്ദ് സാറോ? നമസ്കാരം. ഞാനിന്ന് ഉച്ചയ്ക്ക് ബാങ്കിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ മറക്കൂ സാർ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പണവുമായി ഞാൻ ബാങ്കിലെത്തിയിരിക്കും. കെ മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന് സാറിനും അറിയാലോ. ശരി സാർ, ഉച്ചയ്ക്ക് കാണാം. ആ ഭമേ, കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ കയ്യിൽ ഒരു 10,000 രൂപ ഏൽപ്പിച്ചിരുന്നു. അതെവിടെ? അതൊന്ന് വേണം. സഹകരണ ബാങ്കിൽ ഇന്ന് 50,000 രൂപ ഇടാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. 3-4 മാസമായി അരവിന്ദ് സാർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, എങ്ങനെയെങ്കിലും ഒരു 50,000 രൂപ സ്ഥിര നിക്ഷേപം ഇട്ടുകൂടെ എന്ന്. 50,000 രൂപ തേക്കാനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. താലൂക്ക് ഓഫീസിലെ സഹദേവൻ കടം വാങ്ങിയ 15,000 രൂപ ഇന്നലെ തിരിച്ചു തന്നു. ഇനിയിപ്പോ ഇവിടെ ഇരിക്കുന്ന 10,000 ചേർത്താൽ 50,000 രൂപയായി. മോഹനകൃഷ്ണ സാറിന്റെ മുഖത്ത് തെളിയുന്ന ഒരു അഭിമാനം കണ്ടോ? 10 പൈസ പോലും ചെലവാക്കാതെ ചായയും നാരങ്ങാ വെള്ളം പോലും കുടിക്കാണ്ട് 4 മാസം കൊണ്ട് പിശുക്കി ഉണ്ടാക്കിയ കാശാണ്. അതൊന്നും നാട്ടുകാർക്കൊന്നും അറിഞ്ഞൂടല്ലോ. ഞാൻ അനാവശ്യമായി പണം ചെലവാക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ പേരിലാണ് ഈ പരിഹാസം എന്ന് നീ ഓർക്കണം. സത്യത്തിൽ നിനക്ക് ഭർത്താവായി ലഭിക്കേണ്ടിരുന്നത് എന്നെ പോലെ വളരെ മാന്യനായ വ്യക്തി ആയിരുന്നില്ല. മൂക്കറ്റ മദ്യപിച്ച് പണം ധൂർത്തടിക്കുന്ന ഒരാളായിരുന്നു നിന്നെ കെട്ടിയിരുന്നെങ്കിൽ എന്റെ വില നിനക്ക് മനസ്സിലായെന്ന്. എന്തായാലും ഇങ്ങനെ ഉമിനീര് മാത്രം കഴിച്ച് പണവും ബാക്കി പിടിച്ച് സഹകരണ ബാങ്കിൽ കൊണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് വിട്ട് അതിന്റെ കണക്ക് നോക്കി സന്തോഷിക്കുന്ന ഒരാളെക്കാട്ടിലും ഭേദവേ ഒരു കുടിയൻ തന്നെയാ. വേറൊന്നുമില്ലെങ്കിലും ഇടയ്ക്ക് അങ്ങേരുടെ കൂടി ഓരോ സ്മോളെങ്കിലും അടിക്കാലോ. കാരണം എന്റെ വില നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം കൊണ്ട് നാളെ ഒരാവശ്യം വരുമ്പോ മാത്രമേ നിനക്ക് എന്റെ വില മനസ്സിലാവൂ. നിനക്കിപ്പോ എന്റെ വില മനസ്സിലാവില്ലെങ്കിലും മറ്റുള്ളവർക്ക് എന്നെ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ എത്രയോ പേരാണ് അവരുടെ കുട്ടികളോട് മോഹനകൃഷ്ണ സാറിനെ കണ്ടു പഠിക്ക് എന്ന് പറയുന്നത് നിനക്കറിയാമോ? എന്റെ ഈശ്വര, അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാവി ഒരു തീരുമാനമായിട്ടുണ്ടാവും. ഭാമേ, സഹകരണ ബാങ്കിലെ സെക്രട്ടറി അരവിന്ദൻ സാർ പറയുകയാ, നമ്മുടെ നാട്ടിൽ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പലരും കൈക്കൂലിക്കാരുമാണ്, എന്നിട്ടും ഒരാൾക്കും ഒരു സമ്പാദ്യവും ഇല്ല എന്ന്. കൈക്കൂലി വാങ്ങാത്ത, അഴിമതി കാണിക്കാത്ത കെ മോഹനകൃഷ്ണന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. ഇന്ന് 50,000 രൂപയുമായി ഞാൻ സഹകരണ ബാങ്കിലേക്ക് കയറി ചെല്ലുമ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് അരവിന്ദൻ സാർ പറയും, മോഹനകൃഷ്ണൻ വീണ്ടും സ്ഥിര നിക്ഷേപം ഇടുന്നു എന്ന്. സത്യത്തിൽ അത് വലിയ അഭിമാനമല്ലേ? പക്ഷേ ഈ അഭിമാനം പുഴുങ്ങി തന്നിട്ടുണ്ടെങ്കിൽ വെച്ച് പോവാറോ? പണം ഉണ്ടാക്കുന്നത് ആവശ്യങ്ങൾക്കായിട്ട് ചെലവാക്കാനാണ്. അത് ചെലവാക്കാതെ ഇങ്ങനെ സമ്പാദിച്ചു വെക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവാത്തത്. ഇവിടത്തെ ന്യായമായ ഏത് ആവശ്യത്തിനാണ് ഞാൻ പണം ചെലവാക്കാത്തത്? അമ്മേ, വെറുതെ എന്തെങ്കിലും പറഞ്ഞാ പോരാ, പറയുന്നതിൽ ന്യായം വേണം. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്. ആ തറ ഇവിടെ എടുത്ത് വയ്ക്ക്. എന്താണ് പറഞ്ഞിട്ടിങ്ങ് പോന്നത്? ഈ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും മോഹനേട്ടൻ കൃത്യമായിട്ട് നടത്തി തരാറുണ്ടെന്നോ? അതേത് ആവശ്യമാണ് പോലും? എന്തായാലും നീ ഇതുവരെ പട്ടിണി എടുത്തിട്ടൊന്നുമില്ലല്ലോ. അയ്യോ, അതെന്റെ ഭാഗ്യം. മോഹനേട്ടാ, അരി തീരാറായി എന്ന് ഞാൻ പറയുമ്പോ മോഹനേട്ട ചോദിക്കും, നീ എന്താ അരിവാരി അപ്പുറത്തെ കോഴിക്കിട്ട് കൊടുക്കാണോ എന്ന്. പഞ്ചസാര തീർന്നുപോയി മോഹനേട്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ ഒരുപാട് മറുപടി, പഞ്ചസാര ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല ഭാമേ എന്ന്. മുളക് പൊടി തീരാറായി മോഹനേട്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവ് അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ അൾസർ വരും എന്നും പറയും. ഞാൻ അങ്ങനെ നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ നീ കാശ് മുഴുവൻ ധൂർത്തടിച്ച് കളയുമായിരുന്നു. നിന്റെ സ്വഭാവം ശരിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം അധികമായി ശ്രദ്ധിക്കുന്നത്. വളരെ നന്നായി.
ചോറിലും കറിയിലും പഞ്ചസാരയിലും ഉപ്പിലും മുളകിലും പിശിക്ക് സമ്പാദിക്കുന്ന കാശ് കൃത്യമായി സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡിപ്പോസിറ്റ് വിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിശേഷപ്പെട്ട തരം മാനസിക രോഗമാണ് മോഹനേട്ടന് എന്ന് ഞാൻ ഇതുവരെയായിട്ടും ആരോടും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞാലും എനിക്കൊന്നുമില്ല. മോഹനകൃഷ്ണൻ ശരിയായത് മാത്രമേ ചെയ്യൂ. മതി, അത് മാത്രമേ ചെയ്യാവുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ? എന്താ? ഇന്ന് ഡിസംബർ 24. നാളെ ക്രിസ്മസ്. ക്രിസ്മസിനൊരു കേക്ക് വാങ്ങി മുറിച്ചു കഴിക്കാന്നുള്ളതേ ലോകം മുഴുവനും കാലാകാലങ്ങളായി ചെയ്തു വരുന്നൊരു ഏർപ്പാടാണ്. അതെന്താ സാർ കേട്ടിട്ടില്ലേ? അതിന്റെ കാര്യമൊന്നുമില്ല. സാർ ഇതേ പറയണമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ കേക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാശ് മുടക്കണം. അതുകൊണ്ടൊന്നല്ല. ഇപ്പോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കേക്കുകളൊന്നും കൊള്ളില്ല. അത് കഴിഞ്ഞാ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. ഇത് നല്ല മനോഹരമായ ന്യായം. കാശ് മുടക്കാൻ കഴിയില്ലെങ്കിൽ അത് പറ മോനട്ടാ. ഇന്ന് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിടാൻ പോകുന്ന 50,000 രൂപയിൽ നിന്ന് ഒരു 200 രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിലേ നല്ല ഒന്നാന്തരം കേക്ക് കിട്ടും. അങ്ങനെ പണം കുറച്ച് ബാങ്കിലിട്ടാൽ മതിയായിരുന്നുവെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയെ കാശ് ബാങ്കിലിടുമായിരുന്നല്ലോ. അതുപോലെ പണം നിക്ഷേപിക്കുമ്പോ 50,000 തികച്ചും നിക്ഷേപിക്കണം. എന്നാലേ അതിനൊരു വിലയുള്ളൂ. കൊള്ളാം, നല്ല ഭംഗിയുള്ള ന്യായമാ. വർത്താനം പറയുമ്പോ സ്ഥാനത്തും അസ്ഥാനത്തും യേശു ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞേക്കാം. ക്രിസ്തുവിനെ കണ്ട് പഠിക്കണമെന്നും പറയും. പക്ഷേ അതേ ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ സന്തോഷത്തിന്റെ പേരിൽ ഒരു കേക്ക് വാങ്ങാൻ മോഹനേട്ടന് വയ്യ. സാറിനെല്ലാം പറച്ചിലാണ്, പ്രവൃത്തി വളരെ കുറച്ചേ ഉള്ളൂന്ന് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് വെറുതെ അല്ല. ഉത്തമൻ വന്നത് എന്തിനാണ് ചോദിക്കുമ്പോഴേക്കും നീ അലമാരയ്ക്ക് കാശെടുത്തോണ്ട് വാ, നീ പോകുന്നേരായി. ഈശ്വര, ഈ പീശക്ക് എന്ന് തീരുവെന്തോ. നമസ്കാരമുണ്ട് സാറേ, സുഖമാണല്ലോ അല്ലേ? അത് ചോദിക്കാനാണോ ഉത്തമൻ ഇങ്ങോട്ട് വരെ ഒന്ന്? അങ്ങനെയല്ല, അത് ചോദിക്കാനല്ല ഞാൻ വന്നത്. സാറേ, അത്യാവശ്യമായിട്ടൊരു 25,000 രൂപ വേണമായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തരാം. സാറിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് വന്നത്. സാറൊന്ന് വിചാരിച്ചാൽ പണമുണ്ടാകാൻ ഞാൻ മാന്ത്രികനൊന്നുമല്ലല്ലോ. ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് പണം കിട്ടൂ. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ഒരുപാട് അത്യാവശ്യം ഉണ്ട് താരം. ഇതിപ്പോ കഷ്ടമായി പോയല്ലോ. ഇതിപ്പോ ആരടുത്ത് ചോദിക്കും? PWDയിലെ കൃഷ്ണകുമാർ സാറിന്റെ അടുത്ത് ചോദിക്കാം. പുള്ളിക്കാരൻ നമ്മ സാറിനെ പോലെ അല്ല, നല്ല 1ാം ക്ലാസ് ആയിട്ട് കൈക്കൂലി വാങ്ങും. അതുകൊണ്ട് എപ്പോഴും കയ്യിൽ കാശ് കാണുകയും ചെയ്യും. എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കണം എന്നാണ് ഉത്തമൻ കരുതുന്നത്? അങ്ങനെ ചോദിച്ചാൽ അല്ല, നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് ഇറച്ചിയും ബ്രാൻഡിയും കഴിക്കുക എന്നുള്ളതാണ് രീതി. അല്ല, സാറിന്റെ കാര്യമല്ല, സാറൊരു മധ്യവരുത്തനായ നിലയ്ക്ക് ആ വഴി നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ചെയ്യാവുന്നുള്ളത് ഒരു ക്രിസ്മസ് കേക്ക് വാങ്ങുക എന്നുള്ളതാണ്. ഉത്തമന് വിവരമുണ്ട്. പക്ഷെ ഞാനൊരു ക്രിസ്മസ് കേക്ക് വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ സാർ എന്നെ കണ്ടുപിടിക്കാൻ ഇനി കുറ്റങ്ങളൊന്നും ബാക്കിയില്ല. കേക്ക് കഴിക്കുന്നത് ശരീരത്തിന് കേടാണ്, അനാവശ്യമായി അങ്ങനെ പണം ചെലവാക്കുന്നത് ദൂർത്താണ് തുടങ്ങി 10,000 തർക്കങ്ങള്. ഒരു കേക്കൊക്കെ വാങ്ങുന്നത് അത്ര ദൂർത്താണോ സാറേ? ഉത്തമ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ അതിന് വ്യക്തമായ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ക്രിസ്മസ് എന്നത് യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ്. യേശു ക്രിസ്തുവും കേക്കും തമ്മിൽ എന്താണ് ബന്ധം? ഈ ലോകത്തെ ആകെയുള്ളൊരു ശരി എന്താണെന്നറിയോ? ജോലി ചെയ്ത് കിട്ടുന്ന പണം ചെലവാക്കിയേ ചെയ്യാതെ സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളതാ. അപ്പൊ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് എത്ര കേക്ക് കഴിച്ചാലും കിട്ടില്ലോ. എന്നെ ഏൽപ്പിച്ച 10,000 രൂപ കയ്യിലുണ്ടായിരുന്നല്ലേ സാറേ? ഇതിൽ 10,000 രൂപയുള്ളൂ. ഉത്തമൻ ചോദിച്ചത് 20,000 അല്ലേ? അത് മാത്രമല്ല, ഇതിപ്പോ സഹകരണ ബാങ്ക് കൊണ്ടാന്ന് അരവിന്ദ് സാറോട് പറഞ്ഞുപോയി. അതുകൊണ്ടാണ് ഞാൻ പണം തരാത്തത്. അല്ല, അതെന്താ പറഞ്ഞിരുന്നത്? എന്റെ വക്കീലേ, ഞാൻ സാറിന്റെ അടുത്ത് ഇത്തിരി കാശ് കടം ചോദിച്ചു. അതിന്റെ മറുപടിയാണ് ഇപ്പൊ കേട്ടത്. കഷ്ടം തന്നെ. പിശു കണ്ടുപിടിച്ച് ഈ വില്ലേപ്പസിന്റെ അടുത്ത് കടം ചോദിക്കാമെന്ന ഉത്തമനാണ് തല്ലേണ്ടത്. ഇന്ന് സഹകരണ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്തതിന്റെ ലഹരിയിലല്ലേ സാറ്?
അപ്പൊ ഇനി ഉത്തമൻ വായ്ഗുളിക വാങ്ങാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സാറ് 10 പൈസ തരൂല. പൈസക്കുള്ള വഴിയൊക്കെ ഞാൻ വേറെ നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ശരി, ഞാൻ വരട്ടെ. നിന്നോടാരാ ഉത്തമന്റെ മുമ്പ് വെച്ച് ഈ കാശ് കൊണ്ടുവരാൻ പറഞ്ഞത്? വലിയ ഓഫീസറോട് പറഞ്ഞു വയ്ക്കാൻ വന്നത് എനിക്കറിയാറുന്നില്ലല്ലോ. എന്തായാലും ഞാനും നീ തമ്മിൽ കാശ് നേരെ സംസാരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ കേട്ടുന്നത് ശരിയല്ല. ഉത്തമനല്ലേ? ഉത്തമൻ അറിയാത്ത എന്ത് കാര്യം ഇവിടെ ഉള്ളത്? എന്നാലും മോഹനേട്ടന്റെ സകല കാര്യങ്ങൾ സഹായിക്കുന്ന ആളല്ലേ ഉത്തമൻ. ആ ഉത്തമൻ ഒരു ആവശ്യം വന്നപ്പോ ഉത്തമനെ സഹായിക്കാണ്ട് ഇങ്ങനെ ഈ കാശോടെ ബാങ്കിലിടുന്നത് ശരിയാണോ? സാമ്പത്തിക ഇടപാടുകളിലെ ശരിയും തെറ്റും നീ എന്നെ പഠിപ്പിക്കണ്ട. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇറങ്ങുന്നു. അയ്യോ എന്റെ പൊന്ന് ശിശുപാലൻ ചേട്ടാ, എന്നോട് പൈസ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ കാര്യങ്ങൾ എങ്ങനെയാ നടന്നു പോകുന്നെന്ന് എനിക്കേ അറിയൂ. എന്ന് പറഞ്ഞ പറ്റില്ല പ്രൊഫസർ. ഒരു 5000 രൂപ അത്യാവശ്യമായിട്ട് കിട്ടിയേ പറ്റൂ. ശമ്പളം കിട്ടിയ ഉടനെ തിരിച്ചു തരാം. എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ ശിശുപാലൻ ചേട്ടാ. കാഞ്ഞിര സാറിന്റെ കയ്യിലുണ്ടോ ഒരു 5000 രൂപ എടുക്കാൻ? നല്ല കഥയായി. ഞാൻ പ്രഭയെ പോലെ ഒറ്റത്തടിയല്ലല്ലോ. കല്യാണം കഴിച്ച് കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഞാൻ. കല്യാണം കഴിച്ചില്ല എന്ന് കരുതി എനിക്ക് ചെലവിന് കുറവൊന്നുമില്ലല്ലോ. അമ്മയുടെ അച്ഛന്റെ കാര്യം നോക്കണം, അനിയന്റെ പഠിപ്പ് വേറെ. കാഞ്ഞിര സാറ് കല്യാണം കഴിച്ചാൽ എന്താ, പ്രഹ്ലാദൻ ചേട്ടൻ ജോലിയുണ്ട്, ശമ്പളം ഉണ്ട്. എന്താണ് രാവിലെ വലിയ ചർച്ച? ഒന്നുമില്ല സർ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കഷ്ടപ്പാടുകളെ പറ്റി പറയായിരുന്നു. ഇക്കാലത്ത് സർക്കാർ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് പറ്റുന്നുണ്ടല്ലോ. സർക്കാർ ശമ്പളമല്ലാതെ എനിക്ക് വേറെ ഒരു വരുമാനവും ഇല്ല. എന്നിട്ടും ഒരു പ്രയാസവും എനിക്കില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളെ പോലെ അനാവശ്യമായി പണം ധൂർത്തടിക്കുന്നില്ല. ഇനിയും ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാതെ ജോലി ചെയ്യാൻ നോക്ക്. ശമ്പളം കൃത്യം എണ്ണി വാങ്ങുന്നല്ലേ? മോഹനേട്ടൻ സാറിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടാവും. അതെങ്ങനെയാ 10 പൈസ ചെലവാക്കില്ലല്ലോ, നമുക്കത് പറ്റുമോ? ശിശുപാലൻ ചേട്ടാ, സാറ് തന്നെ പറഞ്ഞു സാറിന്റെ കയ്യിൽ കാശുണ്ടെന്ന്. ശിശുപാലൻ ചേട്ടൻ ചെന്ന് ചോദിച്ചു നോക്ക്. 5000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. സാറിനോട് ചോദിച്ചാൽ നടക്കില്ല കാഞ്ഞന സാറേ. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ 5000 രൂപ. ചുമ്മാ ചോദിച്ചു നോക്ക്, പോ. എങ്കി പിന്നെ ചോദിക്കല്ലേ. എന്റെ ദൈവമേ, കിട്ടുമെന്ന്. സാർ, എനിക്ക് ചെറിയൊരു സഹായം വേണമായിരുന്നു. ഒരു 5000 രൂപയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. സാറ് തന്ന് സഹായിച്ചാൽ ശമ്പളം കിട്ടുമ്പോ തിരിച്ചു തരാം. ഇല്ല, അങ്ങനെ പറയരുത് സാർ. 1-2 അത്യാവശ്യം ഉള്ളത് കൊണ്ടാ. ശിശുപാല, ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ അത് ശിശുപാലന് തരാൻ പറ്റില്ല. ഈ പണം ഞാൻ സഹകരണ ബാങ്കിൽ കൊണ്ട് കൊടുക്കാമെന്ന് സെക്രട്ടറിയോട് വാക്ക് പറഞ്ഞുപോയി. മോഹനേഷൻ വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന് ശിശുപാലനും അറിയാമല്ലോ. അറിയാം സാർ. അപ്പൊ പിന്നെ പൈസ വെച്ചിട്ട് കാര്യമില്ല, ഞാൻ തരില്ല. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ജോണിക്കുട്ടി. 2 മാസം മുമ്പ് ഒരു അപേക്ഷ ഇവിടെ തന്നിരുന്നു. എന്താ അപേക്ഷ? മഴക്കെടുതിയിൽ കൃഷിനാശം വന്നതിന്റെ നഷ്ടപരിഹാരത്തിന് വന്നതാ. 50 സെന്റിലുണ്ടായിരുന്ന വാഴ മുഴുവൻ പോയി. ഇവിടുന്ന് വന്ന് കണക്കെടുത്തിരുന്നു. ഞാനാ അന്ന് കണക്കെടുക്കാൻ വന്നത്. അതിന്റെ കടലാസൊക്കെ താലൂക്ക് ഓഫീസിലേക്ക് അയച്ചതാണല്ലോ. സർക്കാരിൽ നിന്ന് കാശ് കിട്ടിയില്ലേ? ഇല്ല സാർ. 2 ആഴ്ച മുമ്പ് താലൂക്കിൽ നിന്ന് പണം അയച്ചു എന്ന് പറഞ്ഞ ഒരു അറിയിപ്പ് വന്നു. വാങ്ങാനായി ചെന്നപ്പോ അവര് പറഞ്ഞു ഇവിടുന്ന് അയക്കേണ്ട ഒരു കടലാസ് അവിടെ കിട്ടിയില്ല എന്ന്. ചേട്ടനാ പൈസ കിട്ടിയില്ലേ? ഇല്ല സാർ.
ഇവിടുന്ന് ഒരു കടലാസ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് 2 ആഴ്ച മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു വരാൻ. എന്നിട്ടെന്താ ഒരാഴ്ചന് ചേട്ടൻ വരാത്തത്? വന്നല്ലോ. പുറത്തെ റോഡിൽ വെച്ച് ഈ സാറിനെ കണ്ടപ്പോ കടലാസൊക്കെ താലൂക്കിലേക്ക് അയച്ചെന്ന് പറഞ്ഞു. അപ്പൊ അയച്ചു കാണും. ഇല്ല, ഇന്നലെ പിന്നെയും താലൂക്ക് ഓഫീസിൽ പോയിരുന്നു. കടലാസ് അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ ഞങ്ങളും നോക്കട്ടെ, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വാ. അങ്ങനെ പറയല്ലേ സാറേ. നാളെ ക്രിസ്മസ് ആയിട്ട് ചെലവിനൊരു 10 പൈസ കയ്യിലില്ല. കെട്ടിയോളും 2 പിള്ളേരും ഉണ്ട്. ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണമെങ്കിൽ ഒരു 1000 രൂപയെങ്കിലും കൈ വേണ്ടേ സാറേ? മാത്രമല്ല അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ പലപ്പോഴായി കടം വാങ്ങിയ 10-15 രൂപ തിരികെ കൊടുക്കാനുമുണ്ട്. അവരൊക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് കാശ് തിരികെ ചോദിച്ചു തുടങ്ങി. അവധി പറഞ്ഞു നാണം കെട്ടു. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കടം വാങ്ങിയതെടുത്ത് ഇവിടെ ചോദിച്ചില്ലല്ലോ. അതെന്ത് വർത്താനാ സാറേ? എനിക്കുണ്ടായ നഷ്ടത്തിന് സർക്കാർ അനുവദിച്ച രൂപ 20,000 താലൂക്ക് ഓഫീസിൽ ഇരിപ്പുണ്ട്. ഒരാളോടും തെണ്ടാതെ എനിക്ക് എന്റെ കാര്യം നടത്താൻ ആ കാശ് മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ ആ കടലാസ് ശരിയാക്കി അയക്കാത്തത് കൊണ്ട് ഞാൻ പെട്ടുപോയി. അല്ല, ഇനിയിപ്പോ ഞാൻ ഇവിടെ ഒന്നല്ലാതെ എവിടെ പോയി ചോദിക്കണമെന്നായി പറയുന്നേ? ക്രിസ്മസ് ആയിട്ട് ഒരു കേക്ക് മേടിക്കണമെന്നോ നക്ഷത്രം വാങ്ങണമെന്നോ തോന്നുന്നത് തെറ്റാണോ? ഒന്നും വേണ്ട. കെട്ടിയോക്കും പിള്ളേർക്കും 3 നേരം വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. എനിക്ക് എന്റെ കാശ് കിട്ടണം. വാങ്ങിയിട്ടേ ഞാൻ പോവും. ചേട്ടാ സർക്കാർ ഓഫീസിൽ കയറി പേടിപ്പിക്കുകയാണോ? പേടിപ്പിച്ചാൽ എന്താ കുഴപ്പം? ഈ ആഫീസ് കാഞ്ചനയുടെയോ സ്വയംപ്രഭയുടെയോ ശിശുപാലിന്റെയോ തറവാട്ട് സ്വത്തല്ല. ഈ ജോണി ചേട്ടനെ പോലുള്ള ജനങ്ങളുടെ ആഫീസാണ്. അവരിവിടെ കയറി വരും, അവരുടെ ആവശ്യങ്ങൾ പറയും. അത് കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് സർക്കാർ നമുക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. ചേട്ടൊന്ന് പുറത്തേക്ക്. ശരി സാർ. എല്ലാം ഞാൻ കേട്ടു. എന്താ കടലാസ് താലൂക്ക് ഓഫീസിലേക്ക് അയക്കരുത്? അത് സാർ, ചോദിച്ചതിന് സമാധാനം പറയൂ. എന്തുകൊണ്ടാണ് ആ കടലാസ് ഇത്രയും നാളായിട്ട് താലൂക്ക് ഓഫീസിലേക്ക് അയക്കരുത്? ഞാൻ ഇവിടെയൊക്കെ നോക്കി, അപേക്ഷ കാണാനില്ല. അപേക്ഷ കണ്ടാലല്ലേ ആ കടലാസ് എഴുതി അയക്കാൻ പറ്റൂ. കൊള്ളാം. നിങ്ങളുടെ ശ്രദ്ധക്കുറവിന് ശിക്ഷ ആ പാവ മനുഷ്യൻ അനുഭവിക്കണോ? നാളെ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാൻ പറ്റാതെ അയാൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പരിഹാസം കേൾക്കണം. അപേക്ഷ സ്വയംപ്രഭ ഇപ്പൊ എഴുതുണ്ടാക്കണം. ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് ഇവിടെ എവിടെയെങ്കിലും കാണും. കാഞ്ചന അത് കണ്ടുപിടിക്കണം. വൈകുന്നേരം അത് മുഴുവനാക്കി എന്നെ കാണിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി. മനസ്സിലായോ? എന്തൊരു കഷ്ടം ഇത്. ജോണി ചേട്ടാ, അത് ഇവിടെ പറ്റിയ ചെറിയൊരു അബദ്ധ. ചേട്ടൻ ക്ഷമിക്കണം. എന്റെ ഗതികേട് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ സാറേ. സാറും ക്ഷമിക്കണം. ജോണി ചേട്ടൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? തെറ്റുപറ്റിയത് ഞങ്ങൾക്കല്ലേ? നിങ്ങളെപ്പോലുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നിർത്താനാ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. ആ ജോലിയിൽ ഒരു വീഴ്ച വരുത്തിയാൽ അത് ഈ നാടിനോട് ചെയ്യുന്ന തെറ്റല്ലേ? നാളെ അവധിയായതുകൊണ്ടാ. ഇല്ലെങ്കിൽ നാളെ തന്നെ ഇവിടുത്തെ കടലാസ് ശരിയാക്കി താലൂക്ക് ഓഫീസിലേക്ക് അയക്കുമായിരുന്നു. മറ്റന്നാൾ രാവിലെ ഞാനത് ചെയ്തു തരാം. അപ്പോ ഞാൻ മറ്റന്നാൾ രാവിലെ വരാം സാറേ. വേണ്ട, മറ്റന്നാൾ രാവിലെ കടലാസ് ശരിയാക്കി ഞാൻ തന്നെ താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചോളാം. അടുത്ത തിങ്കളാഴ്ച താലൂക്ക് ഓഫീസ് ചെന്നാൽ ജോർജ് ചേട്ടന്റെ പൈസ കിട്ടും. വലിയ ഉപകാരം സാറേ. ഇത്രയും നല്ല മനുഷ്യരൊക്കെ സർക്കാർ ഓഫീസിൽ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇതെന്റെ ജോലിയല്ലേ. ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി, ഞങ്ങളത് തിരുത്തുന്നു. ശരി സാർ. ആ ജോർജ് ചേട്ടാ, ഇത് 10,000 രൂപയുണ്ട്. ഇന്നത്തെ കാര്യങ്ങൾ നടക്കട്ടെ. അയ്യോ, ഇതൊന്നും വേണ്ട സാർ. പൈസ കിട്ടുമ്പോൾ തിരിച്ചെന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ആവശ്യത്തിലുള്ള പൈസ ഇന്ന് വേണ്ടേ? എന്നാലും സാർ, കടമായിട്ട് തന്നെ കരുതിയാൽ മതി. പിന്നെ എനിക്കിപ്പോ ഈ പൈസ കൊണ്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല. ന്യായമായ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴാണ് ഈ നോട്ടിന് രൂപയുടെ വിലയുണ്ടാവുന്നത്. വെറുതെ എന്റെ പോക്കറ്റിൽ കിടന്ന
ഇത് വെറും കടലാസ. ഇത് വെച്ചോളൂ. സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അത് മറന്നാലും വിരോധമില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ മറന്നേക്കണം. ഞാനത് മറന്നു. സന്തോഷം. ചുരുക്കത്തിൽ വില്ലേജ് ഓഫീസർ എന്ന് ആഫീസിൽ താരമായി. സ്വയംപ്രഭയ്ക്കും കാഞ്ചനയ്ക്ക് ശിശുപാലൻ ചേട്ടനും ഒക്കെ കുറച്ച് മെനക്കേടായെങ്കിലും ജോണി ചേട്ടന് സന്തോഷായി. ക്രിസ്മസ് ആയിട്ട് ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെ തരക്കേടില്ലാത്തൊരു ആഘോഷം കൂടണമെന്ന് ജോണി ചേട്ടൻ കരുതിയിൽ കുറ്റം വരാൻ പറ്റില്ലല്ലോ. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഒരൊറ്റ ദോഷുണ്ടായി. അരവിന്ദ സാറിനോട് 50,000 രൂപ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കാന്ന് പറഞ്ഞ വാക്ക് തെറ്റിയില്ലേ? അത് സാരമില്ല. ഇന്നത്തെ പോലത്തെ ഒരു അവസ്ഥയിൽ ജോണി ചേട്ടനെ സഹായിക്കാതെ ആ കാശ് ബാങ്കിൽ കൊണ്ടുപോയിടുന്നത് ശരിയല്ല എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ഈ മനസ്സാണ് എന്റെ മോഹനേട്ടന്റെ ഏറ്റവും വലിയ നന്മ. എത്ര കർക്കശക്കാരനാണെങ്കിലും മുൻകോപിയാണെങ്കിലും മറ്റൊരാൾ പ്രയാസം കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ മോഹനേട്ടന്റെ മനസ്സുരുകും. അതെ, ക്രിസ്മസിന്റെ ശരിയായ സന്ദേശം എന്താന്ന് മോഹനേട്ടൻ അറിയാമോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്റെ മോഹനേട്ടന് സന്മനസ്സുണ്ട്, അതുകൊണ്ട് എന്റെ മോഹനേട്ടന് സമാധാനം. ഇതെന്താണ്? ഇത് ക്രിസ്മസ് കേക്ക്. ഓരോ ആഘോഷങ്ങൾക്കും അതിൻ്റെതായ രീതികളുണ്ട്. ക്രിസ്മസ് ആകുമ്പോ കേക്ക് ഇല്ലാതെ എന്ത് ആഘോഷം? അങ്ങനെയല്ലല്ലോ രാവിലെ പറഞ്ഞത്. രാവിലെ പറഞ്ഞ വേറെ പലതും മാറിയല്ലോ. വന്ന് വന്ന് വില്ലേജ് ഓഫീസർ മൊത്തത്തിലൊരു കള്ളനായിക്കൊണ്ടിരിക്കുക. നിന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത്, ആവാതെ പറ്റില്ലല്ലോ. അപ്പോ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് കൂടി പടിവാതിലിൽ എത്തി നിൽക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.